നമ്മുടെ സ്കിന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആവണ്ട, അതിന് മുമ്പ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞ് മുറുകും. അത് ഭയങ്കര എഫക്റ്റാണ് ഇതിന്. ഇട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഫേസിൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്കിന്നിലെ മാറ്റം കാണാൻ സാധിക്കും. റിങ്കിൾസൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം, എന്നാലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരാഴ്ച 1.5 ആഴ്ചയോളമായി ഞാൻ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ചെയ്തിട്ട്, അതായത് ചുളിവിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഏജ് കഴിയാത്തവർക്കും ഡ്രൈ സ്കിന്നും ചുളിവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കെമിക്കൽ ക്രീമുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. അതിൽ ഏറ്റവും നല്ലതാണ്, നമ്മുടെ വീട്ടിൽ ഒരുപാട് നാച്ചുറൽ സാധനങ്ങളുണ്ട്. നമ്മുടെ ഏജ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 99% നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഒരുപാട് പേര് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെന്താണ്, അതൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഏതൊരു കാര്യവും 1-2 ദിവസം തേച്ചിട്ട് അത് നിർത്തരുത്. കാരണം എപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. സ്കിന്ന് നല്ല ടൈറ്റ് ആവാനായിട്ട്, അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ റിങ്കിൾസൊക്കെ കുറഞ്ഞ് നമ്മുടെ മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പായ്ക്കാണ് കാണിക്കുന്നത്. മസാജ് കൊണ്ട് പായ്ക്കുണ്ട്. അപ്പോൾ കഴുത്തിലും മുഖത്തും കൂടെയാണ് നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നത്. എപ്പോഴും ഞാൻ നിങ്ങളെ മുഖത്തല്ലേ ഇട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കഴുത്തിലൂടെ ഇടുന്നുണ്ട്. 2 ഇതിലാണ് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇതുപോലുള്ള സ്കിൻ ടൈറ്റനിങ് പായ്ക്ക് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു 60 വയസ്സായാലും നമ്മുടെ സ്കിൻ അത്യാവശ്യ രീതിയിൽ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇരിക്കും. അത് 100% ഉറപ്പാണ്. കാരണം നമ്മളത് ചെയ്യണം. കറക്റ്റായിട്ടുള്ള ഇത് ചെയ്താലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു സ്കിൻ ടൈറ്റ് ആവാനുള്ളൊരു പായ്ക്കും റിങ്കിൾസ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ടുള്ള ഒരു മസാജും അത് പായ്ക്കും മസാജും എല്ലാം കൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ചാണ് ആ സ്കിന്ന് ടൈറ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? എന്നാൽ എൻ്റെ മുത്തുമണികളെല്ലാം ഓടി വന്നേ. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ആദ്യം തന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട്. ആർക്കും അറിയാൻ മേലാഞ്ഞിട്ടാണ്. അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇത് ചെയ്യുക കേട്ടോ. ഒത്തിരി നല്ലതാണ് റിങ്കിൾസ് മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. ഡെയിലി മുട്ടയുടെ വെള്ളം ഇടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, ഒരുപാട് റിങ്കിൾസൊക്കെ ഉള്ളവർ. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു നാരങ്ങയുടെ പകുതിയാണ്. ഇത്രയും വേണ്ട, ഞാൻ എത്രയാണെന്ന് കാണിക്കാം. പിന്നെ കോൺഫ്ലവർ വേണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ള നമുക്ക് ഇതുപോലെയല്ല, മിക്സിയുടെ ചെറിയ ജാറിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാവേ. അപ്പം മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാരങ്ങാനീര് പിടിച്ചിരിക്കട്ടെ. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കും. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ തന്നെ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത നീരാണ്. അതിപ്പോൾ 1/2 സ്പൂണോ 1/4 സ്പൂൺ അടുത്തുണ്ട്. അപ്പോൾ അത്രയും മതി നമുക്ക് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പം എനിക്ക് ചെറിയ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ എന്താ പറയുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്ന എണ്ണ, ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിതിനകത്തേക്കൊരു കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. ശകലം മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ എടുത്ത് നാരങ്ങാനീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഈ എന്താ പറയുക,
നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ നല്ലെണ്ണയും കുറച്ച് നാരങ്ങ നീരോടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ നമ്മുടെ മുഖത്തും കഴുത്തിലും നമ്മൾ മസാജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മസാജിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇതിന് മാത്രം നല്ല സിമ്പിളായിട്ടൊരു മസാജാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് പാലാണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് പാലെടുത്തിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക. പാൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു പോഴ്സ് ഒക്കെ നല്ലതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. അപ്പം ക്ലെൻസറായിട്ട് നല്ല രീതിയിൽ നമുക്ക് പാൽ ഒരുപാട് കാര്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. നമുക്ക് കഴുത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. വേണേൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസ് ചെയ്യുമ്പം എന്താണെന്ന് അറിയാവുന്ന ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് നല്ലതാണ്. ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തു. എന്നിട്ട് ഇനിയിപ്പം നമുക്കൊന്ന് ഇതൊന്ന് തുടച്ച് മാറ്റാം. മുഖമെല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ക്യാരറ്റിൻ്റെയും ആ ഒരു മിശ്രിതമില്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അത് നമുക്ക് ഫേസിലോട്ട് തേക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയുന്നതുകൊണ്ട് നമ്മുടെ വരണ്ട ചർമ്മത്തെ മൃദുവാക്കുന്നതും ഒക്കെ സഹായിക്കുന്ന ആണ് നമ്മുടെ ഈ ഒരു നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ കേട്ടോ. നല്ലെണ്ണ കുറച്ചും കൂടെ നല്ലതാണ്. ശേഷം നമുക്ക് ആദ്യം ഫേസിലൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റിങ്കിൾസ് കുറയാനുള്ളൊരു മസാജാണ് കൊടുക്കുന്നത്. ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന മസാജ് തന്നെ നിങ്ങൾ കൊടുക്കണം കേട്ടോ, എന്നാലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു 10 വട്ടം ചെയ്യുക. ഞാൻ 10 വട്ടം കാണിക്കുന്നില്ല, നിങ്ങളൊരു 10 വട്ടം ചെയ്താൽ മതി. ഇതൊരു 10 വട്ടം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ റിങ്കിൾസ് ഉണ്ട്, അപ്പോൾ ഇതൊരു 1/2 മിനിറ്റോളം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചുണ്ട് കൂട്ടി പിടിക്കുക. ഇതൊരു 10 വട്ടം തന്നെ ചെയ്യുക. ഇതൊരു 10 വട്ടം ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു 10 വട്ടം ചെയ്യുക. വീണ്ടും ഇതൊരു 10 വട്ടം ചെയ്യുക. ഇപ്പം നമ്മുടെ ഓയിൽ കുറച്ച് അബ്സോർവ് ആവുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ കുറച്ച് ഓയിൽ അബ്സോർവ് ആകും. അങ്ങനെയുള്ളൊരു മുഖത്തോട്ട് കുറച്ച് ഓയിൽ വീണ്ടും അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും മസാജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മസാജ് കൊടുക്കുക, ചൂണ്ടുവിരൽ വെച്ചിട്ട്. പ്രഷർ പോയിനെ കൊണ്ട് ടച്ച് ചെയ്യുക 10 വട്ടം. അതിനുശേഷം നമ്മുടെ മോതിരവിരലെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ ഒരു കൂട്ടെടുത്തിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാജ് കാണിക്കുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോസിലും മസാജിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുമാണ്, കാണിച്ചിട്ടുള്ളതാണ്. ഒന്ന് മസാജ് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന മസാജാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ 10 വട്ടം വീതം ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ മോതിരവിരൽ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് മസാജ്. കണ്ണടച്ച് പിടിക്കുക. ക്ലോക്ക് വൈസ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ക്ലോക്ക് വൈസ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ആവർത്തിക്കുക, കൊടുക്കുക. ഇതൊരു 10 വട്ടം തന്നെ നമ്മളിത് ചെയ്യുക. അടുത്തത് നമ്മുടെ താടി, ഈ മുഖമൊക്കെ ഒന്ന് ഷേപ്പായിട്ടിരിക്കാനായിട്ടും
എന്നിട്ട് ഡബിൾ ചിന്നൊക്കെ, അതായത് നമുക്കൊരു ഏജ് വരുമ്പോഴത്തേന് നമുക്ക് ചിലവർക്ക് ഡബിൾ ചിന്ന് പോലെ ഇവിടെ വരും, ഇരട്ടത്താടി പോലെ ഉണ്ടാകും, സ്വാഭാവികമായിട്ട് ഉണ്ടാകും. കൊഴുപ്പ് അടിഞ്ഞിട്ടൊക്കെ ചിലർക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മസാജ് നല്ലതാണ്. തള്ളവിരൽ ഇങ്ങനെ അടിയിൽ പ്രസ് ചെയ്യുക, ഇതിവിടെയും പിടിക്കുക, ചൂണ്ടുവിരൽ ഇവിടെയും പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇതൊരു 10 വട്ടം ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി, ഒത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യണ്ട കേട്ടോ. വീണ്ടും നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലൊരു മസാജാണ് നമ്മുടെ റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട്. അതായത് ഇവിടുത്തെ ഫൈൻ ലൈൻ എല്ലാം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. കേട്ടോ, ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ റിങ്കിൾസ് എല്ലാം നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും. അതാണ് നേരെ തിരിച്ച് നമ്മളിങ്ങനെ പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊന്ന് പിൻ ചെയ്യുക. പിഞ്ചിങ്ങും ബാറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫേസ് മസാജ് നിർത്തുക. ഇനി നമുക്ക് നെക്കിലോട്ട് ചെയ്യാം. അപ്പോൾ നെക്കിൽ ആദ്യം കുറച്ച് ഓയിൽ തൂത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ മേലോട്ട് ഓയിൽ തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മേളിലോട്ട് മസാജ് ചെയ്യാം. കഴുത്തൊന്ന് ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇത് 10 വട്ടം ചെയ്യുക. പുറകോട്ട് മസാജ് ചെയ്യുക. പതുക്കെ കൈയൊക്കെ നഖമൊക്കെ നമ്മുടെ കഴുത്തെ കൊള്ളാതെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം. കൈവിരലും നഖവും ഒന്നും കൊള്ളാതെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം. പുറകോട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു ഡബിൾ ചിന്നൊക്കെ മാറാൻ നല്ലതാണ്. നല്ല രീതിയിൽ നമ്മുടെ കഴുത്തൊക്കെ നല്ല രീതിയിൽ ഷേപ്പായി കിട്ടും. ഇതൊരു 10 വട്ടം ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ പുറകോട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുക, മേലോട്ട് വെച്ചിട്ട്. ഇതൊരു 10 വട്ടം ചെയ്യുക. കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഒരുപാട് മസാജ് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് വീഡിയോ നീണ്ടു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നോർമൽ മസാജാണ്, നോർമലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മസാജാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ ഒന്ന് മസാജ് ചെയ്തു. നമ്മൾ മസാജ് എല്ലാം കഴിഞ്ഞു, കഴുത്തിലും ഫേസിലും ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് നല്ല രീതിയിൽ മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയണം. കാരണം ഈ എണ്ണ മയത്തോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു അടുത്ത സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഡ്രൈ ആക്കണം. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത കാര്യം ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ ബേബി സോപ്പ് അങ്ങനെയുള്ള സോപ്പ് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷാണ്. അതിട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ഇതെൻ്റെ ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫേസ് ഒന്ന് അപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അത് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ വരും. അപ്പോൾ എനിക്ക് എല്ലാ മാസവും 2-3 പിമ്പിളൂടെ ഉണ്ടാവും. അതിൻ്റെ പാടുകളും കാണും. അതിങ്ങനെ കുറച്ച് വരുമ്പോൾ തന്നെ അടുത്ത മാസം വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ഇത് ഒരു പായ്ക്ക് രീതിയിൽ കുഴയ്ക്കാനുള്ള അത്ര കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആ ഒരു അളവിനാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എത്ര ഉണ്ടെന്ന്. അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി കൂടെ വേണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ഒരുപാടങ്ങ് എന്താ പറയുക വെള്ളം പോലെ ആകണ്ട. ഈ ഒരു പരുവത്തിൽ. കാരണം ഇത് നമുക്ക് വലിയാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. വലിയണമല്ലോ, നമ്മുടെ സ്കിന്നിൽ പിടിക്കണ്ടേ. അതൊന്ന് ഒഴുകി വരുന്ന ആ ഒരു രൂപത്തിൽ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാനീരുടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അതുകൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതുപോലൊന്ന്
എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലെല്ലാം ആവും. ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അവർ പായ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഒരു സ്കിൻ ടൈറ്റനിങ് പായ്ക്കും അതുപോലെ തന്നെ റിങ്കിൾസ് നന്നായിട്ട് കുറയാനായിട്ടുമുള്ള ഒരു പായ്ക്കാണിത്. പകരം നിങ്ങൾക്ക് ഇതുപോലെ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം കേട്ടോ, അരിപ്പൊടി യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് കോൺഫ്ലവർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ, ഞാനതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് കഴുത്തിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെ മേളിലോട്ട് തേക്കണേ. നല്ല എന്താ പറയുക, നല്ലപോലെ ഒത്തിരി ചുളിവൊക്കെ ഉള്ളവർ 2 പ്രാവശ്യം അടിച്ചു, ഒന്ന് വലിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് കൂടെ കിട്ടുവേ. ലൈന് ഇങ്ങനെ ഒരു ലൈൻ പണ്ട് മുതലേ ചെറുപ്പകാലം മുതലേ എനിക്കിങ്ങനെ ഒരു വരയുള്ളതാണ് കേട്ടോ, അല്ലാതെ ഇപ്പം തുടങ്ങിയ വരയല്ല, അത് നേരത്തെ മുതൽ എനിക്കുണ്ട്. ഒരു മടക്കുള്ളതാണ് എനിക്ക്, എൻ്റെ കാര്യത്തിൽ ആ ഒരു ചെറിയൊരു വര പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മേളിലോട്ട് തേച്ച് കൊടുക്കുക, ഇങ്ങനെ തേച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ മേളിലോട്ട് തേച്ച് കൊടുക്കാവുള്ളൂ. നമ്മൾ ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തുക കേട്ടോ. വെറുതെ ഒരു കാര്യത്തിലും റിസൾട്ട് കിട്ടത്തില്ല. ഞാനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവും. ഇപ്പോൾ കൂടുതൽ ടിപ്സ് കാണിക്കാൻ തുടങ്ങിയ പിന്നെ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാനുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോയി മിണ്ടാതെ ഒരിടത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കളപ്പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പരിപാടിക്ക് ഇരിക്കാവുള്ളൂ. അന്നേരം നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് വർത്താനം പറയാൻ പാടില്ല. നമ്മളൊരു പായ്ക്കിട്ട്, അതായത് സ്കിൻ ടൈറ്റനിങ് പായ്ക്ക് ചുളികൾക്കൊക്കെ പായ്ക്കിടുവാണെങ്കിൽ നമ്മൾ വർത്താനം പറയരുത്. നമ്മൾ മിണ്ടാതെ എടുത്ത് പോയി റെസ്റ്റ് എടുക്കുക. അത്രയും സമയങ്ങളിൽ നമുക്ക് റെസ്റ്റ് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം വലിഞ്ഞ് മുറുകുമൊന്നും വേണ്ട, നമ്മുടെ മുഖത്ത് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യം കാണിക്കാം. ഓക്കെ, നമ്മുടെ സ്കിന്ന് ഇത് ഇട്ട് കഴിഞ്ഞൊരു 10 മിനിറ്റ് ആവണ്ട, അതിന് മുമ്പ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞ് മുറുകും. അത് ഭയങ്കര എഫക്റ്റാണ് ഇതിന്. ഇട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്ന് വലിഞ്ഞ് മുറുകും. അപ്പം തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴുകിക്കണം. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സ്കിന്ന് അങ്ങോട്ട് വലിച്ച് പിടിക്കുന്നതോളം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം തന്നെ നമ്മൾ കഴുകണം കേട്ടോ. അത്രയ്ക്ക് നല്ല പവർഫുൾ റിസൾട്ടാണ് ഇതിന്. നിങ്ങൾക്ക് ഇതിന് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകി കളയാം. ചെറിയ ചൂടുവെള്ളമാണ്. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്നിങ്ങനെ ഉപ്പിക്കൊടുക്കാം. ഉപ്പെന്ന് പറഞ്ഞാൽ ആ ഒരു വലിച്ചിലൊന്ന് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് ചാടി തുടയ്ക്കരുത്, ഇങ്ങനെ തന്നെ തുടയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇത് ഏറ്റവും ബെസ്റ്റ് കഴുകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം. മുഖമെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡ്രൈ ആകുന്നേരം നമ്മൾ ഇതിടുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആകും. അപ്പം നമ്മുടെ കവളൊക്കെ നല്ല എന്തോ പോലെ എടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത് തേച്ച് കഴിയുമ്പോൾ തന്നെ. അപ്പം നല്ല രീതിയിൽ സ്കിൻ നല്ല ടൈറ്റ് ആകുകയും അത് നല്ലൊരു ബ്രൈറ്റ്നെസ്, നമ്മുടെ ആ ടാനൊക്കെ പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മൾ മസ്റ്റായിട്ടും അപ്പോൾ നമ്മുടെ മുഖം ടൈറ്റാക്കി ആ ചുളിവുകളെല്ലാം മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസർ നിലനിർത്തണം. അതായത് നമ്മുടെ സ്കിന്ന് ഈർപ്പം നിലനിർത്തുന്നത് അത്യാവശ്യമാണ്. അതിന് നമുക്ക് ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും ചെയ്യണം. ഓയിലി സ്കിന്നുകാർ പിന്നെ പെട്ടെന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നുകാർ അപ്പം തന്നെ ചെയ്യണം. അപ്പം എൻ്റെ എന്തായാലും ചെറിയൊരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ ഇത് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പരിപാടിക്ക് വിട്ട് ഈ പരിപാടി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വേറെ ഏതെങ്കിലും പണിയിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡോട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇത് തന്നെ ഇതുണ്ട്, ഇത്രയായി ഇപ്പം തോണ്ടി. അപ്പോൾ ഇത് ഞാൻ രാവിലെയും തേക്കും. അതുപോലെ തന്നെ രാത്രി ഫേസെല്ലാം വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷം മസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പായ്ക്ക് ഞാൻ രാത്രിയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുമുണ്ട്. അപ്പം പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ടാനൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിരിക്കുന്നത്. ഇത് നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ചെയ്ത് കൊടുക്കുക. പകലാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഇത് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചർ ചെയ്തു.
അപ്പോൾ സ്കിന്നിന് ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് 2 കാര്യം ഷെയർ ചെയ്യുക. ഒന്ന് മസാജും, എന്തുകൊണ്ടാണ് മസാജ് ചെയ്യുന്നത് കണ്ടു, എന്തുകൊണ്ടാണ് പായ്ക്ക് സ്കിൻ ടൈറ്റനിങ് പായ്ക്ക് ഇട്ടതെന്നും കണ്ടു റിങ്കിൾസ് കുറയാനുള്ള. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ, പിന്നെ റിങ്കിൾസ് കൂടുതലുള്ള ആൾക്കാർ നിങ്ങൾ ഡെയിലി ചെയ്യുക. 7 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കും. റിങ്കിൾസ് കുറവുള്ളവർ ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞ മുതൽ ആർക്ക് വേണം നിങ്ങൾക്കിത് ചെയ്യാം റിങ്കിൾസ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി ഒരു പായ്ക്കും അതുപോലെ തന്നെ സ്കിൻ ടൈറ്റനിങ് പായ്ക്കും അതുപോലെ തന്നെ നല്ലൊരു മസാജുമാണ് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.